എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇപ്പം എൻ്റെ ഈ ചീഞ്ചട്ടി ഒന്ന് കാണൂ. അലുമിനിയം ചീഞ്ചട്ടിയാണ്. ഇതെൻ്റെ വെള്ളം ചൂടാക്കണ പാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ 2 ചീഞ്ചട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കണവരുണ്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ മാറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഈ പാത്രം മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൈസ ഇല്ലാഞ്ഞിട്ടൊന്നല്ല, എനിക്കിവിടെ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. ഒരു 50 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാക്കാനുള്ള അത്ര പാത്രം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും അവരുടെ കുടുംബമായി ജീവിക്കുന്ന ആ ചെറുപ്പകാലത്ത്, അവരുടെ ചെറുപ്പകാലത്ത് കുടുംബമായി ജീവിക്കുന്ന ആ കാലത്ത് കൈമാറി വന്ന് എന്നിൽ വന്നു ചേർന്ന പാത്രങ്ങളാണ്. ഇതിപ്പോൾ ഒന്ന് കോടി നിളങ്ങി എന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ കളയില്ല. ലോട്ട വരണം, അല്ലാതെ പാത്രത്തിൻ്റെ ഭംഗി പോയി അല്ലെങ്കിൽ നിളങ്ങി കോടി എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ ഇതങ്ങ് എടുത്തു കളയുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെനിക്ക് നമുക്ക് ഗ്യാസ് വരട്ടെ. നമുക്ക് ഗ്യാസ് അടുപ്പ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് മേടിക്കാനുള്ള പാത്രങ്ങളുണ്ട്. അപ്പോഴും ഞാൻ ഇത് കളയുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇത് ഞാൻ തേച്ച് കഴുകി വൃത്തിയാക്കി വയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഗ്യാസ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് പാചകം ചെയ്യണ്ടേ, അപ്പം അതെടുക്കും. മനസ്സിലായിണ്ട? പാത്രങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഇതാ കണ്ടോ നിങ്ങൾ? ഈ അട്ടത്തിൻ്റെ മുകളിലിരിക്കുന്നതൊക്കെ പാത്രങ്ങളാണ്. കണ്ടോ? കാണുന്നില്ലേ? ആ വലിയ സ്റ്റീലിൻ്റെ ഉണ്ടാവ് കണ്ടോ? അതിൽ നിറയെ ഗ്ലാസും ടീസ്പൂണുകളൊക്കെയാണ്. കണ്ടോ? ഇത്രയും പാത്രങ്ങളൊക്കെ എനിക്കുണ്ട്. ഇല്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. ഇത് ഈ അലുമിനിയം വട്ടയി കണ്ടു. ഈ വട്ടയുടെ ഉള്ളിൽ കംപ്ലീറ്റ് പാത്രങ്ങളാണ്. പിന്നെ അവിടെ ഒരു അറ കണ്ടുവോ? ഈ അറയ്ക്കുള്ളിൽ ചാക്ക് കെട്ടുകളിൽ നിറയെ പാത്രങ്ങളാണ്. ഇപ്പോൾ ഞാൻ പെരുമാറുന്ന പാത്രങ്ങൾ കണ്ടോ? ഇത്രയും ഞങ്ങൾ 3 ആളുള്ളൂ. ഇത്രയും പാത്രങ്ങൾ ഉപ്പ് ഞാൻ പെരുമാറുന്നുണ്ട്. കണ്ടോ? കണ്ടില്ലേ മക്കൾ? ഇത് കണ്ടുവോ? ഇത് പണ്ടത്തെ കലിച്ചട്ടി എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇഞ്ചൻ പുളിയും പിന്നെ മോര് കറി, കാളൻ ഒക്കെ ഉണ്ടാക്കണ കലച്ചട്ടി, പണ്ടത്തെ പാത്രം. മനസ്സിലായി മക്കൾക്ക്? അതുകൊണ്ട് ഈ പാത്രങ്ങൾ മാറ്റാൻ ആരും പറയണ്ട. ഞാൻ സമയമാകുമ്പോഴേ മാറ്റൂ. മനസ്സിലായോ മക്കൾക്ക്? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം ഇനി ഈ പാത്രം മാറ്റിക്കൂടെ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഈ പാത്രമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പാത്രങ്ങളാണ് കേട്ടാ. അപ്പോൾ എൻ്റെ മക്കൾ ഈ കൊച്ചു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേ, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇട്ടോളൂ, ഷെയർ ചെയ്യൂ. ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ, ചുവന്ന ബട്ടണൊന്ന് അമർത്തി വീഡിയോകൾ കാണുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും. ശരി, അടുത്ത വീഡിയോയിൽ കാണാം.